വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ നാളായില്ലേ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 മാസത്തിനടുത്തോളം ആയിട്ടുണ്ട് നമ്മളൊരു ഹോൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു സുഡിയോ ഹോൾ വീഡിയോ കണ്ടാലോ? അപ്പോൾ സുഡിയോയിൽ ഇപ്പം കുറേയധികം നല്ല വിൻ്റർ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വിൻ്റർ കളക്ഷൻസ് എന്നുള്ള രീതിയിലല്ല, അല്ലാതെ തന്നെ ആണെങ്കിലും നമുക്ക് കാഷ്വലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യത്തേത് വന്നിട്ട് ദാ ഈ ഒരു ടീഷർട്ടാണ്. ഇത് കണ്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഏതെങ്കിലും സൈഡിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഇതിട്ട് ഞാൻ കാണിക്കാമേ. ഒരു ഫുൾ സ്ലീവ്സ് ടീഷർട്ടായിരുന്നു ഇത്. ഞാൻ സ്മോൾ സൈസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സ്മോൾ സൈസ് അല്ല, എക്സ്ട്രാ സ്മോൾ സൈസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തവണ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കുണ്ടല്ലോ ഇപ്പം ആക്ച്വലി ബാംഗ്ലൂർ നല്ല തണുപ്പാണ്. അപ്പം ഞാൻ ഈ ഡ്രസ്സസ് ഒക്കെ വാങ്ങിച്ചത് നമ്മുടെ ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലുള്ള സ്റ്റുഡിയോയിൽ നിന്നും പിന്നെ മാരതഹള്ളിയിലുള്ള സ്റ്റുഡിയോയിൽ നിന്നും രണ്ടിടത്തുനിന്നും കൂടെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പല തവണയായിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഇപ്പം നമ്മൾ മാളിലൊക്കെ പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ തിയേറ്ററിലൊക്കെ പോകുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഈ ഒരു വിൻ്റർ സമയത്തും ഇത് നല്ലൊരു ഡ്രസ്സാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. 599 രൂപയ്ക്ക് ഇത് എന്തുകൊണ്ടും നല്ല മെറ്റീരിയൽ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ട് ഓൾറെഡി ഞാൻ ഒരു തവണ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് വീണ്ടും ഇട്ടായിരുന്നു കേട്ടോ. ഒരു വീഡിയോ ചെയ്യാനായിട്ട്, ഒരു ഷോർട്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ഡ്രസ്സ്. അപ്പൊ അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു കാർഗോ പാന്റ് ആണ് കേട്ടോ. ഇത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ. ഇതും ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം ഇത് ഇങ്ങനത്തെ ഒരു കാർഗോ പാന്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നേരത്തെ ഒക്കെ ഇതുപോലത്തെ ഈ കാർഗോ പാന്റ് ഇടാൻ, ഈ വൈറ്റ് ലെഗ് കാർഗോ പാന്റ് ഇടാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഇടത്തില്ലായിരുന്നു. ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് നാളായതാണ്. പക്ഷെ എനിക്കിത് മടി കാരണം ഞാൻ ഇത് ഇടാതെ ഇങ്ങനെ മാറ്റി വെച്ചിരുന്ന ഒരു സാധനമാണേ. പിന്നെ ഞാനിങ്ങനെ എന്തായാലും വാങ്ങിയില്ലേ എന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് പല ടോപ്പിന്റെയും കൂടെ സ്റ്റൈൽ ചെയ്യാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈവൻ ഒരു ക്രോപ്പ് ടോപ്പിന്റെ കൂടെ ഒക്കെ ആണെങ്കിലും നമുക്കിത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇതിന് ഈ രണ്ട് സൈഡിലും ഇതാ ഇവിടെ ഇങ്ങനെ പോക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ടുണ്ടായിരുന്നത് 28 സൈസാണ്. ഇതിന് പ്രൈസ് എനിക്ക് തോന്നുന്നു 999 രൂപയാണ് കേട്ടോ. ഇതും ഞാൻ ഓൾറെഡി ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടുള്ള ഒരു പാന്റാണ് കേട്ടോ. ശരിക്കും എൻ്റെ ജീൻസിന്റെ സൈസ് ഒക്കെ 30 ആണ്. പക്ഷെ എനിക്ക് ഈ പാന്റ് 30 എടുത്തപ്പോൾ എനിക്ക് ഇവിടെ കൊണ്ട് നല്ല ലൂസായിട്ട് തോന്നി. അപ്പൊ അത് കാരണമാണ് കേട്ടോ ഞാൻ 28 എടുത്തത്. പിന്നെ ഇവിടെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വലിയുന്ന എലാസ്റ്റിക്കും ആണ്. അപ്പൊ അതുകൊണ്ട് 28 സൈസാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പൊ അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇതിന്റെ ഈ ഒരു പാറ്റേൺ കണ്ടിട്ട് എടുത്തതാണ്. ഇത് നമുക്ക് വിന്റർ സീസണിൽ നല്ല അല്ലെങ്കിൽ തന്നെ ആണെങ്കിലും നമുക്കിത് പുറത്ത് കൊണ്ടുപോകാൻ നല്ല അടിപൊളി ടോപ്പാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ടില് കുറച്ചിങ്ങനെ ഒരു യു പോലൊരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് പക്ഷെ പ്ലെയിൻ ആയിട്ട് ഇതാ ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇത് പുറത്ത് ഞാൻ ഇട്ടിട്ട് പോയിട്ടില്ല. നമ്മളിത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ സ്ലീവും വരുന്നത് ഫുൾ സ്ലീവ് ആണ്. ഇത് സ്മോൾ സൈസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 499 രൂപയായിരുന്നു കേട്ടോ. അടുത്തത് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ബ്ലാക്ക് ടീഷർട്ടാണ്. ഇത് പക്ക വിന്റർ വെയർ ആണ് കേട്ടോ. ഇതിന്റെ ആക്ച്വലി ഞാനിത് നമ്മുടെ ലുലുവിന്റെ ഇവന്റിന് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് 1 പീസ് എടുക്കാനായിട്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ സൈസിലുള്ള 1 പീസ് അവിടെ ഇല്ല കേട്ടോ. അവിടെ കിടക്കുന്നത് മീഡിയം തൊട്ട് അങ്ങോട്ടുള്ള 1 പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ പിന്നെ ഇതങ്ങ് എടുത്തതാണ്. ഇത് പക്കാ വിന്റർ വെയർ ആണ്. പക്ഷെ അല്ലെങ്കിൽ തന്നെ ആണെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. ഇത് നല്ല സുഖമാണ് കേട്ടോ ഇത് ഇടാനായിട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഞാൻ ലുലുവിന്റെ നമ്മുടെ ഇവന്റിന് പോയിട്ടുള്ള ആ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോയത്. ഇത് നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതിന്റെ സൈസ് വന്നിട്ടുണ്ടായിരുന്നത് സ്മോൾ സൈസ് ആണ്. പ്രൈസ് എനിക്ക് തോന്നുന്നൊരു 300 ആ ഒരു റേഞ്ച് ആയിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഹൈനെക്കാണ്. നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഞാൻ അടുത്തത് എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജാക്കറ്റ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പം ഞാനിത് നോക്കിയപ്പം എനിക്കിങ്ങനെ ഈ മഴയത്തും
മഞ്ഞത്തും കൂടി ഇടാൻ പറ്റിയ ഒരു ജാക്കറ്റ് വേണമായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയെടുത്തതാണിത്. പക്ഷെ ഇതിൻ്റെ കൈ ഈ ഒരു മെറ്റീരിയൽ അല്ല, കൈ വേറെ സെപ്പറേറ്റ് വേറൊരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ഇതും ഞാൻ കുറേ തവണ യൂസ് ചെയ്തു ഈ ജാക്കറ്റ്. ഇതിന് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതും 999 രൂപയായിരുന്നു എന്നാണ്, അതോ 799 ആണോ, അത്ര എങ്ങാണ്ടാണ് കേട്ടോ ഈ ഒരു ജാക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിനകത്താണെങ്കിലും അത്യാവശ്യം എനിക്ക് എപ്പോഴും പുറത്ത് പോകുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ, എനിക്ക് ജീൻസിനകത്ത് ഞാൻ ചിലപ്പം ബാഗ് എടുക്കാതൊക്കെ പോകുന്ന സമയത്ത് ഫോൺ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ജാക്കറ്റിനകത്ത് നമുക്കിങ്ങനെ ഫോണും എല്ലാം വെക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. കുറേ ഇതുണ്ട്, പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഉള്ളിലുണ്ട്, അതുപോലെ 2 സൈഡിലും ഉണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഇനി നമുക്ക് ഞാൻ ദേവക്കുട്ടിന് വേണ്ടിയിട്ട് ബോയ്സിന് വേണ്ടിയിട്ടുള്ള സെക്ഷനിൽ നിന്ന്, ബോയ്സിൻ്റെ ആണെങ്കിലും ബോയ്സിൻ്റെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കളക്ഷൻ ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഞാൻ ദേവുവിന് ഒരു 2-3 മെയിനായിട്ട് ദേവുവിനെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് 1-2 ഡ്രസ്സും പിന്നെ അല്ലാതെ അവൻ ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ, അതായത് ഡ്രാഗണിൻ്റെ ഒരു ഇത് വരുന്ന ഒരു ടീഷർട്ടും നമ്മളൊരു പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാവേ. ആദ്യത്തെ ടീഷർട്ട് വന്നിട്ട് ഇതാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇതിനകത്ത് ഡ്രാഗൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ദേവുവിന് ഈ ഡ്രാഗൺ, ഡൈനോസർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഗോഡ്സില. അപ്പോൾ അവൻ തന്നെ കണ്ടുപിടിച്ചെടുത്താണ് കേട്ടോ. എനിക്കിതിൻ്റെ കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് 5 to 6 ഇയേഴ്സിൻ്റെതാണ് കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു 499 രൂപയാണ് വരുന്നത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല കൂടെ തന്നെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു ഇതാ ഈ ഒരു ജീൻസ്. ഇത് ദേവുവിന് കുറച്ച് വലുതാണ്. ഇത് ഞാൻ 5 to 6 തന്നെയാണ് എടുത്തത്. ഇതിന് കെട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇത്രേ വലിയത്തുള്ളൂ, ഇത് കൂടുതൽ ഇത് വലിയില്ല. അപ്പോൾ ദേവുവിന് ഇതൊരു ഇത്തിരി വലുതായിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ലൂസ് ഉണ്ട്, പക്ഷെ ഊരി അങ്ങ് പോവില്ല, എന്നാലും ഇത് ഓക്കെയാണ് കേട്ടോ. ഇതിനും എനിക്ക് തോന്നുന്നു 499 രൂപയായിരുന്നു കേട്ടോ. ഇതും ദേവ ഒരു 2-3 തവണ ഇട്ടതാണ്. പിന്നെ ഞാൻ ദേവുവിന് വാങ്ങിയത് ഇത് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള 2 ടീഷർട്ടാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 179 രൂപയാണ് കേട്ടോ. ഇതിന്റെ ഈ പാറ്റേൺ നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ അടുത്ത ടീഷർട്ട് ഇതാണ്. ഇതിന് 179 രൂപയാണ് കേട്ടോ. ഇതും ദേവ ഗോഡ്സിൽ തന്നെ കണ്ടുകൊണ്ടെടുത്തതാണേ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലിടാനെന്നുള്ള പർപ്പസിനാണ് ഞാൻ വാങ്ങിച്ചതെങ്കിലും 1-2 തവണ പുറത്തൊന്നും ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഓർത്തു ഇത് 1-2 തവണ പുറത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീട്ടിലിടാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 179 രൂപയായിരുന്നേ. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജാക്കറ്റാണ് കേട്ടോ. ഇത് ജീൻസിൻ്റെ ഒരു ജാക്കറ്റാണ്. ഇതെൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് വന്നിട്ടുണ്ടായിരുന്നത് സ്മോളാണ്. പിന്നെ പ്രൈസ് വരുന്നത് 899 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയലും നല്ല അടിപൊളി മെറ്റീരിയലാണ്, നല്ല അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഈ തണുപ്പിന് പറ്റിയിട്ടുള്ള ഒരു ജാക്കറ്റാണ്. അല്ലെങ്കിൽ തന്നെ ആണെങ്കിലും നമുക്ക് ജസ്റ്റ് ഷർട്ടിൻ്റെ ഒക്കെ കൂടെ തന്നെ ആണെങ്കിലും ഒക്കെ സ്റ്റൈൽ ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ സുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഞാനിങ്ങനെ പിന്നെയും നമുക്ക് ഈ ഒരു വിൻ്റർ സീസണിൽ മാത്രമല്ല പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ നോക്കിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക കേട്ടോ. ബൈ ബൈ.